പക്ഷെ വൈകിട്ടൊക്കെ ചിലപ്പം എനിക്ക് ചില ബിസ്ക്കറ്റ്സ് ഒക്കെ ഇഷ്ടമാണ്. അത് ഞാൻ കഴിക്കും. ബിസ്ക്കറ്റ് ഒന്നും കഴിക്കാൻ സമ്മതിക്കില്ല, കഴിക്കുന്ന നല്ലതല്ലെന്ന് പറഞ്ഞിട്ട്. അപ്പൊ ഞാൻ വിശക്കുമ്പോ പോയി നട്ട്സ് എടുത്ത് കഴിക്കാന്ന് പറയും. അല്ലെങ്കിൽ മട്ടൺ ഉണ്ടല്ലോ, ചിക്കൻ ഉണ്ടല്ലോ, അതെടുത്ത് കഴിക്കാൻ പറയും. അപ്പൊ അതെനിക്ക് പറ്റാത്തതുകൊണ്ട് ഞാൻ അതങ്ങ് അഡ്ജസ്റ്റ് ചെയ്തിപ്പോ എനിക്ക് വിശക്കുകയില്ല. ആ സമയത്ത് വിശപ്പങ്ങ് പോയി. നമസ്കാരം, സുഖമല്ലേ? ഞാൻ കുറച്ച് നാൾ മുമ്പേ ഒരു വീഡിയോ പ്രതികരിച്ചിട്ടുണ്ടായിരുന്നു. അതായത് വയസ്സാകാലത്ത് ഒരു കുടുംബത്തിന്റെ അപ്പൻ, ഒരു കുടുംബത്തിന്റെ അമ്മ, ഇവർ രണ്ടുപേരെയും പിടിച്ച് 2 ടീം മക്കളും കൂടി കെട്ടിച്ചായിരുന്നു. ഇപ്പം മൂഞ്ചി എന്നാണ് കേൾക്കുന്നത്. ഓക്കെ, ഞാൻ അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, എങ്ങനെയാടാ സ്വന്തം അപ്പനും അമ്മയൊക്കെ പിടിച്ച് വേറുള്ള ഒരാൾക്ക് കെട്ടിച്ചു കൊടുക്കാം? മക്കൾക്ക് തോന്നും, ഓക്കെ, അവർ പ്രേമിച്ച് അവരുടെ ഇഷ്ടത്തിന് അവർ കല്യാണം കഴിച്ചു, ഓക്കെ, വാട്ടെവർ. പക്ഷെ മക്കൾക്ക് എങ്ങനെയാണ് ആ കല്യാണത്തിൽ പങ്കെടുത്ത് സ്വന്തം അമ്മയെ വേറെ കെട്ടിച്ചുവിടാനും സ്വന്തം അപ്പനെ വേറെ കെട്ടിച്ചുവിടാനും സാധിക്കുന്നു എന്ന് ഞാൻ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് ലൈഫ് വേണം, അവരുടെ ലൈഫാണ് എന്നൊക്കെ പറയുന്നത് കണ്ടു. ഓക്കെ, ചിലപ്പോൾ എല്ലാവർക്കും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുമായിരിക്കും, കുറേ പേർക്ക്. എനിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. ഈ വീഡിയോ കാണുന്ന നിങ്ങൾക്ക് പറ്റുമോ? നിങ്ങളുടെ അപ്പനെയോ അല്ലെങ്കിൽ നിങ്ങളുടെ അമ്മയെ പിടിച്ചിട്ട് വേറൊരാൾക്ക് കെട്ടിച്ചിട്ട് കൊടുക്കുക? എനിക്ക് പറ്റത്തില്ല. ഓഫ് കോഴ്സ് എനിക്ക് പറ്റത്തില്ല. എനിക്കത് ചിന്തിക്കാൻ പോലും പോയി. ഓക്കെ, അങ്ങനത്തെ ഒരു സംഭവം നടന്നത് വേറെ ആരുമല്ല, ജയപ്രകാശ് അണ്ണനും രശ്മി ചേച്ചി, ഇവർ രണ്ടുപേരും കൂടിയാണ് കല്യാണം കഴിച്ചത്. അന്ന് ഏറിപ്പോയിട്ടുണ്ടായിരുന്നു. ഒരു 40 വർഷത്തെ പ്രണയമാണെന്നും കൂടി ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞ് ഏറിപ്പോയതാണ്. അതിന്റെ റീസൺ, അതായത് ഇവർക്ക് രണ്ടുപേർക്കും ഫാമിലി ഉണ്ടായിരുന്നു. രണ്ടുപേരും കല്യാണം കഴിച്ചു. മീൻസ് രണ്ടുപേരും 2 കുടുംബമായിട്ട് കല്യാണം കഴിച്ചു. അതായത് ജയപ്രകാശ് ഏട്ടന് ഒരു ഭാര്യ ഉണ്ടായിരുന്നു, അവർ മരണപ്പെട്ടു പോയി 5 വർഷം മുന്നേ. അതുപോലെ രശ്മി ചേച്ചിക്ക് ഒരു ഭർത്താവ് ഉണ്ടായിരുന്നു, 10 വർഷം മുമ്പേ അങ്ങേരും മരണപ്പെട്ടു പോയി. അതിനുശേഷം ഇവർ രണ്ടുപേരും കൂടി കല്യാണം കഴിക്കുന്നു. മക്കൾ ചേർന്നാണ് കല്യാണം നടത്തി കല്യാണമൊക്കെ കഴിഞ്ഞ് അന്ന് ഓൺലൈൻ മീഡിയ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നതിൻ്റെ ഇടയിൽ ഈ അമ്മച്ചി പറഞ്ഞ് 40 വർഷത്തെ പ്രണയമാണ്. അപ്പോൾ ആൾക്കാർ ജഡ്ജ് ചെയ്ത് കണക്ക് കൂട്ടി, 40 വർഷത്തെ പ്രണയം, ഇവരുടെ ഭർത്താവ് മരിച്ചിട്ട് 10 വർഷം, മറ്റവരുടെ ഭാര്യ മരിച്ചിട്ട് 5 വർഷം, അങ്ങനെ ഇതെങ്ങനെ 40 വർഷത്തെ പ്രണയം? അങ്ങനെ ഒരു സംഭവം വന്ന് അങ്ങനെ ഇവർ തമ്മിലുള്ള പ്രണയത്തിന്റെ പേരിൽ രണ്ടുപേരുടെ പാർട്ട്നേഴ്സിനെ തട്ടിയിട്ട് ഇവർ ഒന്നിച്ചേർന്നാണെന്ന് വരെ കമന്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ അതങ്ങനെയല്ല. ഇവര് പണ്ട് കുട്ടിക്കാലത്തെങ്ങാണ്ട് പ്രേമം ഉണ്ടായിരുന്നു, അതിനുശേഷം ഒന്നിക്കാൻ പറ്റാതെ പോയി. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പ്രേമിച്ച് നടന്നു എന്നല്ല, ചെറിയ ഇഷ്ടമുണ്ടായിരുന്നു. പിന്നെ അവർക്ക് ഒന്നിക്കാൻ പറ്റാതെ പോയി. അതിനുശേഷം ഇവർ രണ്ടുപേരും പാർട്ട്നേഴ്സ് ഡെഡായതിനു ശേഷം രണ്ടുപേരും ഒന്നിച്ച് അവർ എന്നിട്ട് അതിനുശേഷം തായ്ലാൻഡൊക്കെ ട്രിപ്പ് പോയി അടിച്ച് പൊളിച്ച് ഭയങ്കരമായിട്ടൊക്കെ നടന്നു. ഓക്കെ, നടക്കട്ടെ, നമുക്കൊന്നുമില്ല. ഞാൻ എൻ്റെ ഒരു പോസിറ്റീവാണ് പറഞ്ഞത്. നമ്മുടെ അപ്പനും അമ്മയൊന്നും പിടിച്ച് വേറെ കെട്ടിക്കുക എന്നെ കൊണ്ട് പറ്റത്തില്ല. അതുപോലെ പറ്റാത്തവരാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക, പറ്റുന്നവരാണെങ്കിലും കമൻറ്റ് ചെയ്യുക. ചിലപ്പോൾ അതിൽ പറയാം അവർക്ക് ലൈഫ് വേണ്ടേ, അവർക്ക് അവരുടെ അവസാന കാലഘട്ടത്തിൽ അവർക്ക് ഹാപ്പി ആയിട്ട് ജീവിക്കേണ്ടത് എന്നൊക്കെ ചിലപ്പം പലരും പറയും. പക്ഷെ എനിക്ക് പറ്റത്തില്ല കേട്ടോ. ഞാൻ എൻ്റെ കാര്യമാണ് പറഞ്ഞത്. എൻ്റെ വീട്ടിലുള്ളവരെന്ന് എനിക്കങ്ങനെ പിച്ച് കെട്ടിച്ചിട്ട് കൊള്ളാം അന്തസ്സെന്ന് പറഞ്ഞിരിക്കുക എനിക്ക് പറ്റത്തില്ല. ചിലപ്പോൾ പറ്റുന്ന പുരോഗമന ചിന്താഗതിയുള്ളവരും അല്ലെങ്കിൽ ഇത്രയും ഫ്രീ മൈൻഡായിട്ട് ചിന്തിക്കുന്നവർക്കൊക്കെ സാധിക്കുമായിരിക്കും. നല്ല കാര്യം, ആയിക്കോട്ടെ. എന്തായാലും ഇപ്പം മൂഞ്ചിരിക്കുകയാണ് സുഹൃത്തുക്കൾ. ഈ രശ്മി ചേച്ചിയുടെ മോള് ഹോം ടൂർ ഒന്ന് എടുത്തായിരുന്നു. മറ്റേ ചേട്ടനും ചേച്ചിയും, ജയപ്രകാശ് ചേട്ടനും രശ്മി ചേച്ചി തായ്ലൻഡൊക്കെ ട്രിപ്പൊക്കെ കഴിഞ്ഞ് ഒന്ന് അടിപൊളിയായിട്ടൊക്കെ ഇരുന്ന് സെറ്റായിട്ട് ഫാമിലി ആയിട്ടൊക്കെ ഇപ്പം അടിപൊളിയായിട്ടിരുന്നപ്പോൾ മോളൊരു ഹോം ടൂർ പിടിച്ചായിരുന്നു. ഹോം ടൂറിൻ്റെ ഇടയിൽ ഹോം ടൂർ മുഞ്ചി എന്ന് തന്നെ പറയേണ്ടി വരും. എന്തായാലും നമുക്ക് ഹോം ടൂറിന്റെ ചെറിയ ഭാഗം ഒന്ന് കാണാം. പക്ഷെ നമ്മളിപ്പോ പറഞ്ഞു വന്നിരിക്കുന്നത് കല്യാണം കഴിഞ്ഞിപ്പോ 3-4 മാസമായി അല്ലേ? അപ്പൊ അത് പോട്ടെ. നമ്മുടെ ഇന്നത്തെ കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ ഈ Q&Aയിൽ കഴിഞ്ഞ പ്രാവശ്യം ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു, നിങ്ങളുടെ ഒരു ഡേ ഇൻ മൈ ലൈഫ് എങ്ങനെയാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ ഫുഡ് റുട്ടീൻ എങ്ങനെയാണ് ഒരു ദിവസത്തേന്ന്. അപ്പൊ കുറെ പേര് പറഞ്ഞിട്ടുണ്ട് അങ്കിൾ അങ്ങ് വളരെ സുന്ദരനായി, ഭയങ്കര സെറ്റ് ആയിരുന്നു, പക്ഷെ അന്ന് ഞങ്ങളുടെ ക്ഷീണിച്ചു പോയി, അയ്യോ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ ഇതിനെ കുറിച്ച് എന്താണ് നിങ്ങൾക്ക് പറയുന്നത്? അമ്മ വാട്ട് ഹാപ്പൻ, എന്താ അങ്കിൾ ചെയ്തത്? സ്ട്രോങ് ആണ്, ആള് സ്ട്രോങ് ആണ്. അപ്പൊ നിങ്ങളുടെ ഒരു ഡേയിലുള്ള ലുക്കില്ലെന്നുള്ള സംഭവം തെറ്റാണെന്ന്. അപ്പൊ ഇന്നത്തെ വീഡിയോയില് നമുക്കിപ്പോ പറയാം എങ്ങനെയാണ് നിങ്ങളുടെ ഒരു ദിവസത്തെ ഫുഡ് റുട്ടീൻ എങ്ങനെയാണ്. രാവിലെ എന്ത് കഴിക്കും, ഉച്ചയ്ക്ക് എന്ത് കഴിക്കും, വൈകുന്നേരം എന്തെങ്കിലും കഴിക്കുവോ, രാത്രി എന്തെങ്കിലും കഴിക്കുവോ, അതാണ് ഇന്ന് പറയുന്നത്. അപ്പൊ എന്തായാലും കഴിക്കാറില്ല. ബ്രേക്ക്ഫാസ്റ്റ് ലാസ്റ്റില് പറഞ്ഞായിരുന്നു. ബ്രേക്ക്ഫാസ്റ്റ് നമ്മൾ പറഞ്ഞു, മുട്ട വെറൈറ്റി മുട്ട സാണോ, പിന്നെ ഗീല് വെറുതെ റോസ്റ്റ് ചെയ്ത് എന്നിട്ട് പെപ്പറും സോൾട്ട് മാത്രം ഇടും. ഇങ്ങനെയാണ് ഏട്ടൻ കഴിച്ചുകൊണ്ടിരുന്നത്. ഒന്നുമില്ല. പിന്നെ കുറച്ച് കാഷ്യൂ നട്ട്സും വാൾനട്ട്സും ഇടും. അത് ഒരുപാടില്ല, കുറച്ചെടുത്ത് ഒന്ന് ടോസ്റ്റ് ചെയ്തിടും. അതിങ്ങനെ എന്നും കഴിച്ചോണ്ടിരുമ്പോ എനിക്കങ്ങ് വല്ലാതെ എനിക്ക് ഇഷ്ടക്കേട് പോലെ തോന്നി. അപ്പൊ ഞാൻ അതിന്റെ അകത്ത് ഇപ്പം കുറച്ച് അണിയനൊക്കെ ഇടാറുണ്ട്. ചിലപ്പോ ഞാൻ ഇച്ചിരി സോസ് ഒന്നും വാങ്ങിച്ചു തരില്ല. പിന്നെ ഞാൻ ഇത്തിരി റിക്വസ്റ്റ് ചെയ്തപ്പോഴാണ്, കാരണം എനിക്ക് ബോയിൽ ചെയ്ത് എഗ് ഇത് മാത്രമാകുമ്പോ എനിക്കൊരു വല്ലാതെ തോന്നി. ശീലമില്ലല്ലോ. നമ്മളെ ജയപ്രകാശ് ഏട്ടൻ കുറച്ച് കലിപ്പനാണ്. അമ്മച്ചിക്ക് കാന്താരിയാവാൻ പറ്റാത്തൊരവസ്ഥയിലാണ് കടന്നു പോകുന്നത്. രണ്ടുപേരും നല്ല മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിൽ ജീവിക്കുന്നു. പക്ഷെ
ആൻറ്റിക്ക് ഇഷ്ടമുള്ളതൊന്നും തിന്നാൻ കൊടുക്കുന്നില്ല. അത് തന്നെ മനസ്സിലാക്കാം, വേറെ ഒന്നുമില്ല, അവരെ വാക്കിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം. അവർ മാക്സിമം തിന്നാനൊക്കെ ശ്രമിച്ചാൽ അങ്ങേര് സമ്മതിക്കത്തില്ല. ഓഫ് കോഴ്സ് എൻ്റെ പൊന്നേട്ടാ, നിങ്ങൾക്ക് എന്താണെന്ന് വെച്ചാൽ തിന്ന്, നിങ്ങളുടെ ഇഷ്ടം, നിങ്ങൾ എന്താണെന്ന് തിന്നുക, ദൂരം എന്താണെന്ന് വെച്ചാൽ ചെയ്യും. പക്ഷേ അവർക്ക് ഇഷ്ടമുള്ള സമ്മതിക്ക്, അവർ കഴിക്കട്ടെ. ഇനി ഏത് പ്രായത്തിലാണ് അവർ ആഹാരം കഴിക്കാൻ അവർക്ക് ഇഷ്ടമുള്ളത് കഴിക്കേണ്ടത്? നിങ്ങൾ എന്താ ആലോചിക്കുന്നത്? എനിക്ക് മനസ്സിലാവുന്നില്ല. നിങ്ങൾക്ക് അണ്ടിപ്പരിപ്പും ബദാമും മറ്റേതൊക്കെ ആണെങ്കിൽ നിങ്ങളതും കഴിച്ചങ്ങനെ ഇരിക്കും. എന്ന് വെച്ചിട്ട് അവരെ ഇഷ്ടമുള്ളത് കഴിക്കാൻ വിടാതിരിക്കുന്നത് മോശമല്ല എൻ്റെ പൊന്നേട്ടാ. അവരിഷ്ടമുള്ളത് കഴിക്കട്ടെന്നേ. ഇനി അവർ ഏത് കാലത്ത് കഴിക്കാൻ? അവർ തന്നെ പറയുന്നുണ്ട് അവർക്കത് പറ്റുന്നില്ല എന്നുള്ള രീതിയിൽ. എന്നാൽ ഇപ്പം ചെറുതായിട്ട് എന്തൊക്കെയോ എഴുതുന്നുണ്ട്, എന്നാൽ സോസ് പോലും വാങ്ങിച്ചു തരൂലെന്ന്. നിങ്ങൾ എന്താ അവരെ മറ്റേ കുരുതി കൊടുക്കാൻ കൊണ്ടുവന്നതാ? മര്യാദയ്ക്ക് ജീവിച്ചുകൊണ്ടിരുന്ന ആൻറ്റി 10 വർഷത്തോളം വേറെ ഒരു ബന്ധവുമില്ലാണ്ട് അവരവരെ ഇഷ്ടത്തിന് സന്തോഷമായിട്ട് ഇഷ്ടമുള്ളത് കഴിച്ചിരുന്ന അമ്മച്ചി ഇപ്പം മൂഞ്ചിയെന്ന് തന്നെ പറയേണ്ടി വരും. ചേട്ടൻ കൊണ്ടുപോയി എന്നാ പിടി അമ്മച്ചിയുടെ മാവങ്കലോ. എൻ്റെ പൊന്നെണ്ണ, നിങ്ങൾ അണ്ടിപ്പരിപ്പ ബദാമ മുന്തിരിയാന്ന് വെച്ചാൽ തിന്നെ, അത് നിങ്ങളുടെ ഇഷ്ടം, നിങ്ങൾ ഡയറ്റ് ഫോളോ അപ്പ് ചെയ്ത് നിങ്ങൾ കഴിക്കുക. എന്തിനാണ് അതിൻ്റെ കൂട്ടത്തിൽ അവരെയും കൂടി വലിച്ചിടുന്നത്? ഇപ്പം എൻ്റെ വീട്ടിലും എൻ്റെ അച്ഛൻ ഡയറ്റൊക്കെ നോക്കിയിട്ട് ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെയാണ് കഴിക്കുന്നത്. അച്ഛൻ ഈ പറയുന്ന പോലെ ഡയറ്റൊക്കെ നോക്കി ആഹാരമൊക്കെ വളരെ കൺട്രോൾ ചെയ്തിട്ടൊക്കെയാണ് കഴിക്കുന്നത്. എൻ്റെ അമ്മ അങ്ങനെയല്ല, ഞാനങ്ങനെയല്ല. ഞാനൊക്കെ കൊള്ളാം അല്ലേ, കണ്ടാ വാങ്ങി തിന്നും, ഇതും കൊള്ളാം അല്ലേ, ഈ സെറ്റപ്പാ. എൻ്റെ അമ്മയോ അതുപോലെ തന്നെ, ചേട്ടനോ അതുപോലെ തന്നെയാണ്. അച്ഛൻ ഡയറ്റൊക്കെ നോക്കി കഴിക്കുന്നതാണ്. അത് ഓരോരുത്തരുടെ രീതിയാണ്. ഇപ്പം എൻ്റെ രീതി ഞാൻ ഫോളോ അപ്പ് ചെയ്യുക, അത് മറ്റൊരാളിലേക്ക് അടിച്ചേൽപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല. ഈ ജേട്ടൻ കുറച്ച് കലിപ്പനാണല്ല, ചേച്ചിക്ക് കാന്താരിയായിട്ട് വരാൻ പറ്റുന്നില്ല. ജേട്ടൻ എന്തായാലും കൊള്ളാം, ചേച്ചിക്ക് ഇത് വേണം. മര്യാദയ്ക്ക് 10 വർഷത്തോളം ഒറ്റയ്ക്ക് ഇരുന്നില്ലേ, ബാക്കിയുള്ള ഇഷ്ടകാലം കൂടി അടിപൊളിയായിട്ട് ഒറ്റയ്ക്കിരുന്ന് ജീവിച്ചുവിടായിരുന്നു. ഇപ്പം എങ്ങനെ ഇരിക്കുന്നു? ഇനി അണ്ടിപ്പരിപ്പും ബദാമും തിന്ന് ഇങ്ങനെ ഇരിക്കുക. എന്തായാലും കൊള്ളാം, നല്ല നല്ല കറക്റ്റ് സ്ഥലത്താണ് പെട്ടത്. ഈ ചേട്ടൻ്റെ ഭാര്യ 5 വർഷം മുമ്പേ മരിച്ചു എന്നല്ലേ പറഞ്ഞത്. പോയില്ലെങ്കിൽ അതിശയമുള്ളൂ. ഇങ്ങനെ അണ്ടിപ്പരിപ്പും ബദാമും തിന്നാനാണെങ്കിൽ ഏത് ഭാര്യ ഇരിക്കും? എന്തായാലും മോള് പറയുന്നത് പോലെ ചേട്ടൻ നല്ല സ്ട്രോങ് ആയിട്ടിരിക്കുന്നുണ്ട്, ചേച്ചിക്കൊരു വാട്ടം. അതെന്തുകൊണ്ടാണ്? ചേച്ചി കഴിച്ചുകൊണ്ടിരുന്ന പോലെയൊന്നും അല്ല കഴിക്കുന്നത്. ഫുഡ് കഴിക്കുന്ന രീതികളെല്ലാം മാറി, മൊത്തത്തിൽ ചേച്ചി മൂഞ്ചി. ചേട്ടനാണെങ്കിൽ അങ്ങേരെ ഇഷ്ടത്തിന് ഡയറ്റൊക്കെ നോക്കി അങ്ങനെ ഇരിക്കുന്നത്. ഒരു കാര്യമില്ല, ഇഷ്ടമുള്ള ആഹാരമൊക്കെ കഴിക്കുക എന്ന് പറഞ്ഞാൽ വലിച്ചു വാരി കഴിച്ച് ലിവർ അടിച്ചു പോയി കിഡ്നി അടിച്ചു പോയിട്ട് അവസാനം എന്നെ കുറ്റം പറയില്ല. നമുക്ക് ഇഷ്ടമുള്ളതൊക്കെ കഴിക്കാതെ ഒരു ജീവിതമല്ലേ ഉള്ളൂ. ഇവിടെ വെള്ളം അടിച്ച് വാണ്ടറ്റ് കഞ്ചാവ് അടിച്ച് അടിച്ച് നടക്കുന്നവന്മാരെ പോലെ നടക്കാനൊന്നും പറയുന്നില്ല. ഇഷ്ടമുള്ള ഫുഡൊക്കെ കുറച്ച് കഴിക്കാം, ലിമിറ്റ് ചെയ്ത് കഴിക്കുക. ഈ ലോകത്തൊരു ജീവിതമുണ്ട്, ആ ജീവിതത്തിൽ ഫുഡ് പോലും കഴിക്കാണ്ട് എന്താ വഴിക്കടാ. കഴിക്കുക, ഞാനൊക്കെ കഴിക്കും കേട്ടോ. എൻ്റെ അടുത്ത് ഡോക്ടറൊക്കെ പറഞ്ഞിട്ടുണ്ട് റെഡ് മീറ്റൊക്കെ കുറയ്ക്കണമെന്ന്. എന്തോന്ന് ഞാൻ തിന്നും, ഞാൻ എൻ്റെ കാര്യമാണ് പറയുന്നത് കേട്ടോ. നിങ്ങളതുപോലെ ആവണമെന്നല്ല പറയുന്നത്, ഡോക്ടർ പറയുന്ന പോലെ കേൾക്കണ്ട എന്നല്ല ഞാൻ പറഞ്ഞു. ഞാൻ എൻ്റെ കാര്യമാണ് പറഞ്ഞത്. എൻ്റെ കാര്യം മോട്ടിവേറ്റ് ആയിട്ട് എടുക്കരുത് ഇത്തരം കാര്യങ്ങൾ. ഓക്കെ, ഇനി കുറച്ച് കമൻറ്റ്സ് ഞാൻ വായിക്കാം. സത്യം പറഞ്ഞാൽ ചേച്ചിയുടെ എല്ലാ ഇഷ്ടങ്ങളും മാറി ചേച്ചി വേറെ ഒരു ജീവിതം. കഷ്ടം, ഇത് കൊച്ചു കിളവന് പണി കൊടുത്തതാ. നേരിട്ട് ചീത്ത വിളിക്കുകയും വേണ്ട, വ്യൂവേഴ്സ് കൊടുത്തോളും. സത്യം, അതും ശരിയാണ് കേട്ടോ. ഈ കൊച്ചു കിളവൻ തന്നെയാണ്. ഈ മോള് മനസ്സിലാക്കണം, മോളെ അമ്മ ഇപ്പം എങ്ങനെയുണ്ട്? സുഖ ജീവിതമല്ലേ, കിളവൻ കൊണ്ടുപോയി പഞ്ഞി കിട്ടുന്നാണ് കേട്ടത്. കൊള്ളാം. ആൻറ്റി ഒരുപാട് ക്ഷീണിച്ചു, ഫുഡ് കഴിക്കാത്തതിൻ്റെ ക്ഷീണം മുഖത്ത് അറിയാനുണ്ട്. ആയ ചാർമിങ് ഇല്ല, നോ വെജിറ്റബിൾസ് നോ ഫ്രൂട്ട്സ്, എന്ത് ജീവിതം. ആൻറ്റിക്ക് ഇഷ്ടമുള്ള ഫുഡ് കഴിക്കുക, അങ്കിളിന് ഇഷ്ടമുള്ള ഫുഡ് കഴിക്കട്ടെ. കറക്റ്റ് കാര്യമില്ലേ? എൻ്റെ പൊന്നങ്കിളെ, നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ തിന്നെ ദൂരപ്പെടുക്കുക, എന്താണെന്ന് വെച്ചാൽ ചെയ്യും. എന്തിനാ അവരെ കൂടി മെക്കിട്ട് അടിച്ച് കയറ്റുന്ന? ഫ്രൂട്ട്സ് കഴിക്കാൻ പാടില്ല, വെജിറ്റബിൾസ് കഴിക്കാൻ പാടില്ല, പിന്നെ എന്തോന്ന് നട്ട്സ് മാത്രം തിന്നുകൊണ്ടിരിക്കുക. എന്തോന്ന് മരുഭൂമിക്ക് നടുക്കായിരുന്നു കിടക്കുന്നത്, മറ്റേ ഈന്തപ്പഴം തിന്നുകൊണ്ടിരിക്കുക. ഇങ്ങനെ എന്ത് പാടേ എനിക്ക് മനസ്സിലാവുന്നില്ല. ഇനി ചിലവ് ചുരുക്കിയതാണോ എന്ന് ചോദിച്ചാൽ അറിയാൻ പാടില്ല, കാരണം നട്ട്സിന് വിലയുണ്ട്. ഇവിടെ ഫ്രൂട്ട്സ് വെജിറ്റബിളൊക്കെ കഴിക്കാൻ എന്ത് ജീവിതം. അയ്യോ, ഞാൻ ഫ്രൂട്ട്സ് വെജിറ്റബിൾ ഐസ്ക്രീം എല്ലാം കഴിക്കും. മധുരം പിന്നെ എനിക്ക് വലിയ താല്പര്യമില്ല, എങ്കിലും കഴിക്കും. ഐസ്ക്രീം കഴിക്കും കേട്ടോ, തണുപ്പുള്ളതുകൊണ്ട്. പിന്നെ ജ്യൂസ് കുടിക്കും. അല്ലാണ്ട് എന്ത് ജീവിതമാണ് മനുഷ്യന്മാർ എന്തിനാ ജീവിക്കുന്നത്? ഞാനൊക്കെ തിന്നാൻ വേണ്ടിയാണ് ജീവിക്കുന്നത്. മക്കൾ ലൈബിലിറ്റി ആവാതെ ഇരിക്കാൻ ചെയ്യുന്ന ബിഗ് ഫോൾസ് സാക്രിഫൈസ്. ലൈഫ് എവിടെയെങ്കിലും ഒക്കെ ആരെങ്കിലും ഒക്കെ ലൈബിലിറ്റി ആവും. ലാസ്റ്റ് ഫേസ് ഓഫ് ലൈഫ്. ദാറ്റ്സ് ദ ട്രൂത്ത്. അക്സെപ്റ്റ് ദ ട്രൂത്ത്, ലീവ് വിത്ത് ഫ്രീഡം. ജീവിതം ഒന്നേ ഉള്ളൂ. അതും ഈ അവസാന കാലഘട്ടങ്ങൾ അല്ലെങ്കിൽ കുറച്ച് പ്രായം കഴിയുമ്പോൾ 19 വയസ്സൊക്കെ കഴിയുമ്പോൾ നമുക്ക് ഇഷ്ടമുള്ളതൊക്കെ കഴിച്ച് അടിപൊളിയായിട്ട് എൻജോയ് ചെയ്ത് കൊച്ചു പിള്ളേരെ കണ്ടെ കളിപ്പിച്ചിരുന്ന് ചിരിച്ച് കളിച്ച് ഒരു ടെൻഷനില്ലാതെ ഫ്രീ മൈൻഡായിട്ടിരുന്ന് അവസാനം കഥം ഇങ്ങനെ ജാവാൻ നോക്കടേ. എന്ത് ജീവിതം ഇത്. അവരവർക്ക് ഇഷ്ടമുള്ള ഭക്ഷണം കഴിക്കാനുള്ള അവകാശം ഉണ്ടായിരിക്കണം. ഭക്ഷണം കഴിക്കുന്നത് ആരുടെയും നിർബന്ധത്തിന് വഴങ്ങി ആയിരിക്കരുത്. അത് പിന്നെ വേറെ ഹെൽത്ത് ഇഷ്യൂസിൽ കൊണ്ട് ചെന്നെത്തിക്കും. അങ്കിളിന് ആവശ്യമുള്ളത് ആൾ കഴിക്കട്ടെ, ആൻറ്റിക്ക് ഇഷ്ടമുള്ളത് ആൻറ്റി കഴിക്കട്ടെ. അതല്ലേ അണ്ടർസ്റ്റാൻഡിങ് ലൈഫ്.
സത്യം കറക്റ്റ് അതല്ലേ. ഞാനിവിടെ എൻ്റെ അമ്മയും ചിലപ്പം BP-യുടെ കേസൊക്കെ പറഞ്ഞിട്ട് പറയടോ BP കൂടുക, ഞാൻ കഴിക്കും ബാക്കി പിന്നെ ഈ ഒരു സെറ്റപ്പിൽ ഞാൻ സംസാരിക്കാറുണ്ട്. ഓക്കെ, ഇഷ്ടമുള്ളതൊക്കെ കഴിച്ചിരിക്കണം. ഞാനും ഇഷ്ടമുള്ളതൊക്കെ കഴിക്കും. ഞാനും BP ഷുഗറും, എനിക്ക് BP ഷുഗറൊന്നും ഇല്ല. ഞാൻ പറയുന്നു, ഞാനതൊന്നും നോക്കാറില്ല. ഞാൻ ഇഷ്ടമുള്ള ഫുഡൊക്കെ കഴിക്കും, അടിപൊളിയായിട്ട് കഴിക്കും. ബാക്കി പറഞ്ഞെടുത്ത് വെച്ച് പിന്നെ ഓക്കെ. നല്ല ഒന്നാം തരം പണിയാണ് ഈ മോള് തള്ളയ്ക്ക് കൊടുത്തത്. ഈ വീഡിയോ കണ്ട എല്ലാവർക്കും മനസ്സിലായി, അവർ പെട്ടു. കഷ്ടം, സത്യം അവർ പെട്ടു. അമ്മയുടെ വീടല്ലേ കൊച്ച്, ആ മനുഷ്യൻ്റെ മക്കളുടെ ആണ്. പാവം രശ്മി. ഇവർ ഈ വീഡിയോ ഇട്ടത് നല്ല ഉദ്ദേശത്തിലാണ്. ബട്ട് കമന്റ് ബോക്സ് മുഴുവൻ നെഗാണല്ലോ. അവർ മന്ദബുദ്ധി ഒന്നും അല്ലല്ലോ. ഒരു വീഡിയോ ഇട്ടാൽ ജനവിധി എന്തായിരിക്കുമെന്ന് അവർക്കും അറിയാം, സ്വാഭാവികം. അവനവന് ഇഷ്ടമുള്ളത് കഴിക്കണം. ഇൻഡിപെൻഡൻ്റ് ആയി ഇരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. ആവശ്യമില്ലാതെ തലവേദന എടുത്ത് ഈ പ്രായത്തിൽ തലയിൽ വെച്ച് സുഖമായി ഒറ്റയ്ക്ക് അടിച്ചു പൊളിച്ച് മക്കളോടൊപ്പം ജീവിക്കാതെ. സത്യമുള്ള കാര്യം പറയാം. ചുമ്മാ അടിച്ചു പൊളിച്ച് ജീവിക്കേണ്ട ഈ ഒരു ജീവിതം ആവശ്യമില്ലാത്ത വള്ളികളെടുത്ത് തലയിൽ വെച്ച് മൂഞ്ചിയ ജീവിതം. മക്കൾ നോക്കുന്നുണ്ടെങ്കിൽ വീണ്ടും കെട്ടാതിരിക്കുന്നതാണ് ബെസ്റ്റ്. ഞാൻ എൻ്റെ ഇഷ്ടത്തിന് ഭക്ഷണം കഴിക്കുന്നു, ജിമ്മിൽ പോകുന്നു എന്നൊക്കെ പറഞ്ഞ ആൾക്കാർ പറയുന്നുണ്ട്. ഇവിടെ മക്കൾ നോക്കുന്നുണ്ടെങ്കിലും ഇല്ലെങ്കിലും നമുക്ക് താല്പര്യം നമ്മൾ കിട്ടും. ഞാനൊക്കെ എനിക്ക് സെക്കൻഡ് മാരേജ് എൻ്റെ ലൈഫിലാണ് എനിക്ക് വലിയ താല്പര്യമൊന്നുമില്ല. ഇപ്പോൾ ഒരു ആൾ ലൈഫിലുണ്ടായിരുന്നു നോക്കിയോ, ഏതെങ്കിലും രീതിയിൽ ഒരാൾ നഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞാൽ അടുത്തൊരു സെക്കൻഡ് മാരേജ് കഴിച്ച് ലൈഫ് മുന്നോട്ടുണ്ടോ എനിക്ക് വലിയ താല്പര്യമില്ല. എന്തിന് ഇനിയിപ്പോൾ അത് ബ്രേക്കപ്പ് ആയാലും ഡിവോഴ്സ് ആയാലും നമുക്ക് താല്പര്യമില്ല. ഇപ്പോൾ ഞാനൊരു കല്യാണം കഴിച്ച് ഡിവോഴ്സ് ആയെന്ന് വെച്ചാൽ ഞാൻ പിന്നെ അടുത്ത കല്യാണത്തിനൊന്നും ഞാൻ മുതിരത്തില്ല. പിന്നെ ഞാൻ ഫ്രീ മൈൻഡ്, പിന്നെ എൻ്റെ ഇഷ്ടത്തിന് ഞാൻ തോന്നിയ ദിവസത്തെ ഞാൻ ജീവിച്ചു, അത്രേ ഉള്ളൂ. ഞാൻ വലിയ നല്ലവനെന്നോ നന്മകരമെന്നൊന്നും ഞാൻ പറയുന്നില്ല, എങ്കിലും ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ഓക്കെ, ഇനി ഇവരുടെ കേസിലെടുക്കുകയാണെങ്കിൽ ഇപ്പോൾ ഈ അമ്മച്ചിക്ക് എന്താ പറയുക, അവർക്കൊന്നും തിന്നാൻ പോലും കിട്ടാത്ത അവസ്ഥയാണ്. അവരുടെ ലൈഫ് മൊത്തം കോഞ്ഞാട്ടയായി. എന്താ പറയുക, ഇഷ്ടമുള്ള ആഹാരം കഴിക്കാൻ പറ്റുന്നില്ല, ഫ്രൂട്ട്സോ വെജിറ്റബിൾസോ ഒന്നും കഴിക്കാൻ സമ്മതിക്കുന്നില്ല. എന്താ അവസ്ഥയുടെ ഇത്? ഇങ്ങേർക്ക് എന്താ തലയ്ക്കല്ല വർഷമുണ്ട്? ഇങ്ങനെന്തുവാ ഇത്? അങ്കിൾ ഇറ്റ്സ് നോട്ട് ഫെയർ. അവരിഷ്ടമുള്ള കഴിക്കട്ടെ. അങ്കിൾ അണ്ടിപ്പരിപ്പും കഴിച്ചുകൊണ്ടിരിക്കുമോ? അവരുടെ ഇഷ്ടത്തിന് കഴിക്കട്ടെ. പക്ഷെ എന്ത് മനുഷ്യന്മാരാണെന്തോ അല്ല. ബാക്കിയാണ് ഞാൻ പിന്നെ പറഞ്ഞപ്പോ എനിക്ക് വാങ്ങിച്ചോണ്ട് തന്ന്. അപ്പൊ ഇടയ്ക്ക് അതില് ചെയ്യും. പിന്നെ ഇപ്പം ചെറിയ സവാളയല്ല, ചെറിയ ഉള്ളിയും ഇച്ചിരി പച്ചമുളകും ഒക്കെ ഇട്ട് ഓമലറ്റ് പോലെ ആക്കി അതും ഗീല ചെയ്യുന്ന. നമ്മൾ സാധാരണ മനുഷ്യർ കഴിക്കുന്ന പോലെ സാധാരണ കുറച്ച് നട്ട്സ് കൂടി ഇടുവന്നേ ഉള്ളൂ. നട്ട്സും വാൾനട്ട്സ് ഇതിട്ട് അവിടെ അത് തന്നെയാണ് ബ്രേക്ക്ഫാസ്റ്റ്. വേറെ ഒന്നുമില്ല. ഇല്ല. ഉച്ചക്ക് ഞാൻ മട്ടൻ ചിക്കൻ മാത്രമേ ഉള്ളൂ. ചോറ് വെക്കുന്ന ഒരു കാപ്സ് ഇല്ല, ചോറ് വെക്കാറേ ഇല്ല. അപ്പം പിന്നെ മട്ടനും ചിക്കനും ഒക്കെ സാധാരണ ഏട്ടൻ കഴിച്ചുകൊണ്ടിരുന്നതെന്ന് വെച്ചാൽ ബോയിൽ ചെയ്തിട്ട് ഗീല് സോട്ട് ചെയ്ത് പിന്നെ പെപ്പറും സോൾട്ടും മാത്രം ഇട്ടാ കഴിച്ചുകൊണ്ടിരുന്നത്. പക്ഷെ ഞാൻ വന്നതിന് ശേഷം ഞാൻ സാധാരണ കറി ഉണ്ടാക്കുന്ന പോലെ പിന്നെ ഒരു റോസ്റ്റ് കുറുമ പോലൊക്കെ ഉണ്ടാക്കും. അത് പക്ഷെ ഒരുപാട് വെള്ളമായിട്ടല്ല, ഒരു സെമി ഗ്രേവി ആയിട്ട് അങ്ങനെ ഉണ്ടാക്കുമ്പം അത് കഴിക്കും. പിന്നെ ഞാൻ ഒരു ചപ്പാത്തിയോ ഒരു ദോശയോ എല്ലാം ഞാൻ കഴിക്കും എന്റെ കൂടെ. അങ്കിളിന് ഇത് മാത്രം കഴിക്കണേ. പിന്നെ ചിലപ്പോ നല്ല ഒരു ചപ്പാത്തി കഴിക്കും. അല്ലാതെ ക്വാണ്ടിറ്റി കൂടുതൽ മട്ടൺ ചിക്കൻ മീറ്റാണ് അവിടെ കഴിക്കുന്നത്. വെജിറ്റബിൾസ് ഇല്ല, ഫ്രൂട്ട്സ് ഇല്ല, ഒന്നുമില്ല. അയ്യോ. അത് പിന്നെ സ്നാക്സ് ഞാൻ ഒരുപാട് മധുരമൊന്നും കഴിക്കില്ലായിരുന്നു. പക്ഷെ വൈകിട്ടൊക്കെ ചിലപ്പം എനിക്ക് ചില ബിസ്ക്കറ്റ്സ് ഒക്കെ ഇഷ്ടമാണ്, അത് ഞാൻ കഴിക്കും. ബിസ്ക്കറ്റ് ഒന്നും കഴിക്കാൻ സമ്മതിക്കില്ല, കഴിക്കുന്നത് നല്ലതല്ലെന്ന് പറഞ്ഞിട്ട്. അപ്പൊ എനിക്ക് വിശക്കുമ്പോ പോയി നട്ട്സ് എടുത്ത് കഴിക്കെന്ന് പറയും. അല്ലെങ്കിൽ ഫ്രിഡ്ജിന്റെ അകത്താ വെക്കുന്ന വാൾനട്ട്സ് നട്ട്സ് ഒക്കെ. അപ്പൊ അതെടുത്ത് അതിപ്പം കഴിച്ചങ്ങ് ഇത് ഒരുമാതിരി എന്നും രാവിലെ ചെയ്യുന്നു. അപ്പോഴും പിന്നെ പറയാം, അല്ലെങ്കിൽ മട്ടൺ ഉണ്ടല്ലോ ചിക്കൻ ഉണ്ടല്ലോ അതെടുത്ത് കഴിക്കാൻ പറയും. അപ്പൊ അതെനിക്ക് പറ്റാത്തോണ്ട് ഞാൻ അതങ്ങ് അഡ്ജസ്റ്റ് ചെയ്ത് ഇപ്പൊ എനിക്ക് വിശക്കില്ല. ആ സമയത്ത് വിശപ്പങ്ങ് പോയി. അമ്മച്ചിയുടെ അവസ്ഥ പരിതാപകരമാണ്. അണ്ണൻ കാട്ടിന്ന് ചാടിയാനായിട്ട് ഉറപ്പാണ്. കാരണം അണ്ണൻ അങ്ങനത്തെ ഒരു ടൈപ്പ് ഭക്ഷണമൊക്കെയാണ് കഴിക്കുന്നത്. ഫ്രൂട്ട്സ് വെജിറ്റബിൾസ് കഴിപ്പിക്കാത്തതിന്റെ ഉദ്ദേശം എനിക്ക് പിടികിട്ടിയില്ല. പിന്നെ അണ്ണൻ പറയുന്ന കേട്ട് കഴിഞ്ഞാൽ ഇത്ര സ്ട്രിക്റ്റ് ആയിട്ടൊക്കെ ഫുഡൊക്കെ കഴിപ്പിച്ചിരിക്കുന്നത് കാണുമ്പം നമുക്ക് തോന്നും അണ്ണൻ മറ്റേ ജിം അല്ലെങ്കിൽ മറ്റേ ഈ സെറ്റപ്പിലേക്ക് വന്നു. അങ്ങേർക്ക് എണീറ്റിക്കാൻ ഒടിഞ്ഞുകുത്തി ഇരിക്കണം. സത്യമുള്ള കാര്യം പറയാം, അങ്ങേര് ഒടിഞ്ഞുകുത്തിയിരിക്കണം. അവരെയും കൂടി ഒടിഞ്ഞുകുത്തി ആക്കാനുള്ള പ്ലാനാണെന്ന് തോന്നുന്നു. എന്തൊക്കെ കാണുന്നുണ്ട്. ഒരു ജീവിതമുണ്ട്, മനുഷ്യന് ഇഷ്ടമുള്ള തിന്നാൻ സമ്മതിക്കില്ല. എൻ്റെയൊക്കെ ശരീരമാക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ എന്ത് തിന്നാലും ശരീരത്തിൽ പിടിക്കത്തില്ല. ഞാൻ സ്ലിമ്മാണ്. ഈ വീഡിയോയിൽ ചിലപ്പോൾ നിങ്ങൾക്ക് അത് കൃത്യമായിട്ട് മനസ്സിലാവണമെന്നില്ല. ഇൻസ്റ്റയിൽ വന്നിട്ട് എൻ്റെ ഫുൾ സൈസ് ഫോട്ടോ ഒക്കെ ഉണ്ട്, കാണുമ്പോൾ മനസ്സിലാവും. ഞാൻ 0 ഫിറ്റാണ്, ഒരു സ്ലിമ്മായിട്ടുള്ള ബോഡിയാണ്. നമ്മൾ എന്ത് കഴിച്ചാലും ഒരു ലിമിറ്റ് വിട്ടൊന്നും പോലും ഉണ്ട്. എൻ്റെ കൈയൊക്കെ കാണുമ്പോൾ പറയും ചെറിയ കൈയാണ്, കുഞ്ഞു കൈയാണ്. ഓക്കെ, അതൊക്കെ ഓരോരുത്തരുടെ രീതിയാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ അമ്മച്ചിയെ കഴിപ്പിക്കാൻ അല്ലെങ്കിൽ അമ്മച്ചിയെ കഴിക്കാൻ സമ്മതിക്കില്ല അപ്പൂപ്പൻ എന്നാണ് മനസ്സിലാക്കുന്നത്. അപ്പൂപ്പ ഇതെന്താ ഇങ്ങനെ?
ജയപ്രകാശ് അപ്പൂപ്പ കുറച്ചുകൂടിയൊക്കെ മെച്യൂരിറ്റി കീപ്പ് ചെയ്യണം. അവർക്ക് ഇഷ്ടമുള്ള അവർ കഴിക്കട്ടെ. നിങ്ങൾ എന്താ അണ്ടിപ്പരിപ്പ് പറങ്കേണ്ടിയാ തിന്നോണ്ടിരി, ചുട്ട് ഇന്ന അവിച്ച് ഇന്നൊക്കെ ചെയ്. ബാക്കിയുള്ളവർ അങ്ങനെ ആവണമെന്ന് വിചാരിക്കുന്നത് ശരിയല്ല കേട്ടോ. പറയുന്നതായിട്ട് ഞാൻ ഇങ്ങനെ അറിഞ്ഞുകൊണ്ടാണ്. കോപ്പാണ് കോപ്പ്. ബാക്കി പറ. ചായ കാപ്പി ഒന്നും കുടിക്കുന്ന ആളല്ല, പാലും കുടിക്കൂല. പിന്നെ ചിലപ്പോ വല്ല ഒരു 6 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് ചിലപ്പോ എന്തെങ്കിലും വന്ന് നട്ട്സോ വല്ലതും എടുത്ത് കഴിക്കുന്നതാണ്. പിന്നെ അത് എനിക്ക് വിശക്കും. നിങ്ങളുടെ മീൽ ഉച്ചയ്ക്ക് കഴിയും. പക്ഷെ എനിക്ക് അത്രയും ക്വാണ്ടിറ്റി മീറ്റ് ഞാൻ കഴിക്കൂലല്ലോ. ചിക്കനും മട്ടനും ഒന്നും ഞാൻ അത്രയും കഴിക്കാത്തതുകൊണ്ട് വൈകുന്നേരം ആകുമ്പോ എനിക്ക് വിശക്കുമായിരുന്നു. അപ്പൊ വിശക്കുന്നുണ്ടോന്നൊന്നും അവിടെ ഒരു ശീലം ഇല്ലാത്തതുകൊണ്ട് അങ്ങനെ രാത്രിയിൽ എന്താ കഴിക്കുന്നതെന്ന് ചോദിക്കുകയില്ല. അപ്പൊ എനിക്ക് ഫ്രൂട്ട്സ് വേണമായിരുന്നു. ഫ്രൂട്ട്സ് ഇതൊക്കെ ഇഷ്ടമാണ്. പിന്നെ മോൻ പറഞ്ഞ ഡയറ്റ് ഞങ്ങൾ സ്ട്രിക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യും. രോഹിത് ഭയങ്കര ഫിറ്റ്നസ് ഒക്കെ നോക്കുന്ന ആളാണ്. അപ്പൊ രോഹിത് പറഞ്ഞൊരു ഡയറ്റ് ഇപ്പൊ 2-2.5 വർഷമായിട്ട് അങ്കിൾ അത് ഫോളോ ചെയ്യുന്നുണ്ട്. അപ്പൊ അങ്കിളിന് അത് ഭയങ്കരമായിട്ട് എഫക്റ്റീവ് ആണ്. അത് ബോഡി ഹെൽത്തി ആവുന്നുണ്ട്, വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല, ബോഡി മെറ്റബോളിസം എല്ലാം സ്റ്റേബിൾ ആണ്. അപ്പൊ മോൻ പറയുന്ന അതേ ഡയറ്റ് ഫോളോ ചെയ്യുന്നോണ്ടാണ് അതെന്ന് പറയും. അപ്പൊ മോന് ഫ്രൂട്ട്സ് പറയുന്നില്ല. ഫ്രൂട്ട്സ് ഞങ്ങളെ ഇടയ്ക്ക് ഫ്രൂട്ട്സ് ഒക്കെ വാങ്ങിച്ചു കൊടുക്കണം കേട്ടോ. ഞങ്ങളെ അമ്മ അങ്ങനെയാ വളർത്തിയേ. വല്ലവർക്ക് തിന്നാൻ മേടിച്ചു കൊടുക്കണം. സിസ്റ്റർ പോയി കിട്ടോ. അപ്പൊ അതിന് മുന്നേ കുറച്ച് ഉപദേശമൊക്കെ കൊടുത്തിട്ടാ പോയത്. ഫ്രൂട്ട്സ് എനിക്ക് ഭയങ്കര ഇഷ്ടം. എല്ലാ ഫ്രൂട്ട്സും അല്ല, എനിക്ക് അറിയാമല്ല. എനിക്ക് ഓറഞ്ച്, മാംഗോ ഒക്കെ ഭയങ്കര ഇഷ്ടമുള്ള കാര്യങ്ങളാണ്. ചക്ക ഭയങ്കര ഇഷ്ടം. ചക്ക നമുക്ക് ഈ ഓഫ് സീസൺ ആവുന്ന സമയത്ത് ലുലുലൊക്കെ പോകുമ്പോ ഫ്രോസൺ ചക്ക കിട്ടുമല്ലോ. അത് ശരിക്കും നല്ല പ്രൈസും ആണ്. വളരെ കുറച്ച് ക്വാണ്ടിറ്റി ഉണ്ടാവുള്ളൂ. ഞങ്ങള് ലുലുവിൽ ഇപ്പൊ മോളെ അമ്മയുടെ ചക്ക മറക്കല്ലേ എന്ന് പറഞ്ഞിട്ട് ആ ഫ്രോസൺ ചക്ക വരെ വാങ്ങിച്ച് കഴിക്കുന്നുള്ളൂ. ഇപ്പൊ ചക്ക സീസൺ ആയിട്ട് പോലും ചക്ക കിട്ടിയില്ലല്ലോ. വല്ലാത്തൊരു ജീവിതമാണല്ലോ ഇത്. വല്ലാത്തൊരു ജീവിതമാണ്, മൂഞ്ചി ജീവിതം. അത് തന്നെ പറയേണ്ടി വരും. എന്തായാലും മക്കളെല്ലാവരും കൂടി കെട്ടിച്ചു വിട്ടല്ല, ഇനി പാവം അമ്മ അനുഭവിക്കട്ടെ. ഇങ്ങനെ കിടന്ന് കരുവാടും തന്നിരിക്കേണ്ട അവസ്ഥയായി അമ്മയ്ക്ക്. എന്തായാലും ഫെയർ അല്ല. നിങ്ങൾ ഡയറ്റ് പിടിക്കുകയോ എന്താണെന്ന് വെച്ചാൽ ചെയ്തോ. നിങ്ങളുടെ മകൻ പറയുന്നത് പോലെയോ നിങ്ങളുടെ ഇഷ്ടത്തിന് എന്താണെന്ന് വെച്ചാൽ ചെയ്തോ. ഇതൊരുമാതിരി തൊട്ടി പരിപാടിയായിപ്പോയി. അവർക്ക് ഇഷ്ടമുള്ള ഒന്നും കഴിക്കുന്നില്ല. ചക്ക, ഫ്രൂട്ട്സ് കാര്യങ്ങളൊക്കെ അവർക്ക് ഭയങ്കര ഇഷ്ടമാണ്. അവരതൊന്നും കഴിക്കുന്നില്ല. എന്ത് ലൈഫാടാ ഇത്? എന്നാ വഴക്കന്നെ ജിമ്മിന് പോകണം, ജിമ്മിനെ എടുക്കണം എന്നൊക്കെ പറയും. ഇതൊരുമാതിരി ജിമ്മിന് പോയി ജമ്മിനെ ആയിപ്പോയതുപോലെ ആയിപ്പോയി. വല്ലാത്ത അവസ്ഥ. അവരുടെ മാനസികാവസ്ഥ ഒന്ന് ആലോചിക്കേണ്ടത് തന്നെയാണ്. ഇതേ അവസ്ഥ ആർക്കും വരാതിരിക്കട്ടെ ഒരു ദമ്പതികൾക്ക്. ഇനി മക്കളും ഒക്കെ ചേർന്നും കൊണ്ട് അപ്പനും അമ്മയും കെട്ടിച്ചു വിടുന്നവരൊക്കെ ഒന്ന് ആലോചിക്കുക. അവർക്ക് ഉണ്ടായിരുന്നൊരു ഹാപ്പിനെസ് അല്ലെങ്കിൽ ആ ഒരു ഇതുപോലെ നഷ്ടപ്പെടുന്ന ഒരു സിറ്റുവേഷനാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വല്ലാത്ത അവസ്ഥയുടെ 40 വർഷത്തെ പ്രണയം അന്ന് നിങ്ങൾ കെട്ടിയിരുന്ന ഇതിനേക്കാളും നിങ്ങളുടെ അമ്മ കഷ്ടപ്പെട്ടേനെ. നന്നായി. എന്തായാലും ഈ ഒരു 2 അല്ലെങ്കിൽ 1 വർഷം തുടങ്ങിയല്ലേ കഷ്ടപ്പെടേണ്ട ഇത് വന്നത്. അല്ലെങ്കിൽ അന്നേ കഷ്ടപ്പെട്ടേനെ. ആദ്യത്തെ ഭാര്യയുടെ കാര്യമാണ് ഞാൻ ആലോചിച്ചത്. പോട്ടെ, എന്തെങ്കിലും ആവട്ടെ. എന്തായാലും ഇതൊന്നും ഫെയർ ആയിട്ടുള്ള കാര്യമില്ല. ആർക്കും ഇഷ്ടമുള്ളത് കഴിക്കാം. എന്തെങ്കിലും കഴിയില്ല. ഒറ്റ ജീവിതമല്ലേ ഉള്ളൂ. ആരടുത്തും പോയി വെള്ളം അടിച്ച് ജാവാനൊന്നും പറയുന്നില്ല. ഇഷ്ടമുള്ള ആകാറില്ല. ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഒക്കെ ഇഷ്ടമുള്ള കഴിക്കട്ടെ. അതിലെന്താ തെറ്റിരിക്കുന്നത്? നിങ്ങൾ കണ്ടിപ്പരിപ്പും ബദാമും കശുവണ്ടിയെ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ടിരുന്നു കൊണ്ട് ബാക്കിയുള്ളവർ അതുപോലെ തിന്നണം തൂർണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എവിടത്തെ ന്യായം? പൊന്നങ്കിള് ജയപ്രസാദ് അണ്ണ ചെറിയ തെറിയല്ലേ കേട്ടെ. ഇതെല്ലാം തപ്പ് പണ്ണക്കൂടാതെ കേൾക്കാം. തായ്ലൻഡിൽ പോയിട്ട് ചക്ക കഴിച്ചില്ലേ? തായ്ലൻഡിൽ ചെന്നപ്പം ഫ്രൂട്ട്സ് വാങ്ങിച്ചായിരുന്നു. തായ്ലൻഡിലെ ഒരു ഭയങ്കര ഒരു എക്സ്ക്ലൂസീവ് ഒരു പ്ലേസ് ഉണ്ടായിരുന്നു, ഫ്രൂട്ട്സ് മാത്രം. അപ്പൊ അവിടുന്ന് എല്ലാ ഫ്രൂട്ട്സും നല്ല ഫ്രഷ് ആയിട്ടുള്ള ഭയങ്കര ജ്യൂസിയും സ്വീറ്റും ആയിട്ടുള്ള ഫ്രൂട്ട്സ്. മാംഗോ, ഡ്രാഗൺ ഫ്രൂട്ട്, അവിടുത്തെ വൈറ്റ് ഡ്രാഗനും ഭയങ്കര ടേസ്റ്റ്. പിന്നെ ഇത് മാങ്ങ, ചക്ക, പിന്നെ വേറെ എന്തോ നമ്മള് കഴിച്ചേ? വേറെ എന്തോ ഡ്രാഗൺ ഫ്രൂട്ട് കഴിച്ചു. ശരിയാ. ചക്ക, മാങ്ങ, തേങ്ങ കഴിച്ചു. പിന്നെ അവിടുത്തെ ഒരു വെറൈറ്റി മറ്റേ സ്റ്റിക്കി റൈസോ, മാംഗോ സ്റ്റിക്കി റൈസ് അല്ല, ഒരു ഫ്രൂട്ട് ഉണ്ടല്ലോ അവിടെ. മറ്റേ ഇല്ല, ഒരു സ്മെല്ല്, വൃത്തിയുടെ സ്മെല്ലുള്ളത്. അത് കഴിച്ചില്ല. പക്ഷെ അവിടെ ഉണ്ടായിരുന്നു ഫ്രൂട്ട്സ്. അങ്ങനെ അവിടെ വെച്ച് കുറച്ച് ഫ്രൂട്ട്സ് കഴിച്ചു. അത് കഴിച്ചില്ല. ഹോട്ടലിൽ കയറ്റത്തില്ല. ഒരു വല്ലാത്ത സ്മെല്ലാന്ന് പറയുന്നത്. പിന്നെ അപ്പൊ രാത്രി വേറെ ഫുഡൊന്നും? രാത്രി ഫുഡില്ല. പിന്നെ ഉച്ചക്ക് ഏട്ടൻ നല്ല 6 മണി അല്ല 7 മണിക്ക് മുമ്പ് കഴിക്കും.
അത്രേ ഉള്ളൂ. അപ്പൊ ഒരു കീറ്റോയും ഒരു ഇന്റർമീഡിയറ്റും എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ടുള്ള ഒരു ഇന്റർമീഡിയറ്റ് ഞാൻ നേരത്തെയും രാത്രി ഫുഡ് കഴിക്കാറില്ല. 6 മണിയാകുമ്പോഴേ എന്തായാലും അത് ഞാൻ ഫ്രൂട്ട്സ് എന്തെങ്കിലും കഴിക്കുമായിരുന്നു. പപ്പായ, പഴം ഒക്കെ കഴിക്കുമായിരുന്നു. ഈ ഈത്തപ്പഴം പഴം ഒക്കെ കഴിക്കും. എന്തായാലും ചില ദിവസത്തെ രാവിലത്തെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ഫ്രൂട്ട്സ് ആയിരുന്നു അല്ലെ, പപ്പായ ഒക്കെ കഴിക്കുമായിരുന്നു. അങ്ങനെ ആയിരുന്നു. പക്ഷെ ഉച്ചയ്ക്ക് കുറച്ച് ചോറൊക്കെ കഴിക്കുന്ന ഒരാളും വെജിറ്റബിൾസ് ഒക്കെ കഴിക്കുന്ന ഫ്രൂട്ട്സ് ഒക്കെ ഇഷ്ടമുള്ള ഒരാളായിരുന്നു. ഇപ്പൊ എന്താണെങ്കിലും ഹെൽത്തി കണ്ടിട്ട് നമുക്കിപ്പോ കാണുമ്പോ കുറച്ച് kgs കുറഞ്ഞിട്ടുണ്ടെങ്കിലും ആള് ഹെൽത്തിയാണ് കേട്ടോ. ഇപ്പൊ ഓടിച്ചാടി നടക്കുന്നുണ്ട്. മറ്റേത് എനിക്ക് അവിടെ വേദന ഇവിടെ വേദന എന്നൊക്കെ പറയുന്നൊന്നും പിന്നെ കല്യാണം കഴിഞ്ഞ് ഞാൻ കേട്ടിട്ടില്ല. വേദനകളൊന്നും ഇല്ല അല്ലെ നിങ്ങളെ പറഞ്ഞിട്ടുണ്ടോ അങ്ങനെ? ഇല്ല കുഴപ്പമൊന്നുമില്ല. പിന്നെ അങ്ങനെയേ അങ്ങോട്ട് പോട്ടെ, അതാണ് നമുക്ക് നല്ലത്. ഡിന്നർ എങ്ങനെയെങ്കിലും പോട്ട്. എൻ്റെ ഊഹം ശരിയാണെങ്കിൽ ഈ കല്യാണം കൊണ്ട് അവർക്ക് ഉപയോഗം ഉണ്ടായിട്ടുള്ള ആകെ തായ്ലൻഡ് ട്രിപ്പ് പോകാൻ പറ്റി. അല്ലാണ്ട് പ്രത്യേകിച്ച് ബെനിഫിറ്റ് ഉണ്ടായെന്ന് തോന്നുന്നില്ല. പിന്നെ വേദനയൊന്നും ഇല്ലെന്ന് പറയുന്നുണ്ട്. നല്ലത് തന്നെയാണ്. ഹെൽത്തി ആയിട്ടൊക്കെ ഇരിക്കോ, ഹെൽത്തി ആയിട്ട് പണി നല്ല പോലെ വഴിക്ക് ജിമ്മിന് പോട്ടെ. പക്ഷെ ഇഷ്ടമുള്ള ആഹാരം കഴിക്കാതെ എന്ത് ജീവിതോടെ, അതും ഫ്രൂട്ട്സ് കൂടി കഴിക്കാതെ വഴിക്കുന്ന നിങ്ങൾക്ക് പറ്റൂടെ ഇതുപോലെ? നിങ്ങൾക്ക് ഇഷ്ടപ്പെടാത്ത ആഗ്രഹം ഇഷ്ടപ്പെട്ട ആഹാരം കഴിക്കാതെ ജീവിക്കാൻ പറ്റുമോ? എന്നെക്കൊണ്ട് പറ്റില്ല. വേണേൽ കുറച്ച് നാളത്തേക്കൊക്കെ എന്തെങ്കിലും അസുഖം വന്നു കഴിഞ്ഞാൽ നമുക്കൊന്ന് പിന്മാറി വലിഞ്ഞു നിൽക്കാം. പക്ഷേ ജീവിതകാലം മൊത്തം ഒരു ഡയറ്റൊക്കെ ഫോളോ അപ്പ് ചെയ്ത് ഇങ്ങനെ നട്ട്സും നിറ്റ്സും ഒക്കെ മാത്രം കഴിച്ചുകൊണ്ട് ജീവിക്കുക എന്നെ കിട്ടത്തില്ലേ? അപ്പടി ഒരു വാഴ്ക്ക എണ്ണാലും സ്വപ്നം കാണുകയേ മുടിയാതെ. അല്ല നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പെടുത്താക്കൊണ്ട് പുതിയൊരു വീഡിയോ ഇടണം.